നീ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് എന്തിനാണാവോ വന്നത്? ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് ക്യാൻറ്റീനിലിരിക്കുമ്പോഴാണ് ജോയലിനോടുള്ള ജിബിൻ്റെ ചോദ്യം. നീ ഇത്രയും നേരം എൻ്റെ കൂടെ ക്ലാസ്സിലിരുന്നിട്ട് ഇപ്പോഴാണോ ഇതൊക്കെ ചോദിക്കുന്നത്? ജോയൽ ഒരു പിരികം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. അതെങ്ങനെ ചോദിക്കാനാ? വന്ന പാടെ നീ ഇവളെയും കൊണ്ട് ക്യാമ്പസ് മൊത്തം കറക്കമല്ലേ, വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന ഇണക്കുരുവികളെ പോലെ. ജോയലിൻ്റെ തൊട്ടടുത്ത ചെയറിലിരിക്കുന്ന ക്ലാരയെ നോക്കിക്കൊണ്ട് ജിബിൻ ഒന്ന് ആക്കി പറഞ്ഞു ചിരിച്ചു. ഇതും കേട്ടുകൊണ്ടാണ് കൃഷ്ണയും ജെസ്സിയും അവിടേക്ക് വന്നത്. ജിബിൻ്റെ ഡയലോഗ് കേട്ടപ്പോൾ തന്നെ കൃഷ്ണയുടെ മുഖം ദേഷ്യത്താൽ ചുവന്നു. അവൾ ദേഷ്യത്തോടെ ജോയലിനെ തുറച്ചു നോക്കി. അപ്പോൾ തന്നെ അവനും അവളെ തലയുയർത്തി നോക്കി. രാവിലത്തെ ദേഷ്യവും ഇപ്പോൾ ജിബിൻ പറയുന്നത് കേട്ടതിൻ്റെ ദേഷ്യവും എല്ലാം കൂടി കൃഷ്ണയ്ക്ക് നിയന്ത്രിക്കാൻ കഴിയാതെയായി. അവൾ അവനെ ദഹിപ്പിച്ചൊന്ന് നോക്കി മുഖം തിരിച്ചു കളഞ്ഞു. അവളുടെ ഭാവം കണ്ട് അവന് ചിരി പൊട്ടി. എങ്കിലും ആരും കാണാതെ അവനത് മറച്ചു പിടിച്ചു. രാവിലെ അവൻ വഴക്ക് പറഞ്ഞതിൻ്റെ ദേഷ്യമാണ് അവൾക്ക് തന്നോടെന്ന് കരുതി അവൻ അവളുടെ ഇഷ്ടക്കേട് ആസ്വദിച്ചു. ജോയിച്ചായോ, രാവിലെ തന്നെ നിങ്ങൾ പണി തുടങ്ങിയെന്ന് അറിഞ്ഞല്ലോ. ക്ലാരയ്ക്കടുത്തുള്ള ചെയർ വലിച്ചിട്ട് അതിലേക്ക് ഇരുന്നു കൊണ്ട് ജെസ്സി ചോദിച്ചു. എന്ത് പണി? ഞങ്ങൾ പണി തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ. ചിക്കൻ ബിരിയാണിക്ക് ഓർഡർ കൊടുത്തേക്കുവാ. നിങ്ങൾക്ക് വേണോ? ജെസ്സി പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാകാതെ ജിബിൻ തീറ്റയുടെ കാര്യം എടുത്തിട്ട്. ഓഹ്, ഇങ്ങേരിത് ഒന്ന് വായടക്കി ജിബിച്ചാ. ഞാൻ അതൊന്നുമല്ല പറഞ്ഞത്. ദേ ഇരിക്കുന്ന മുതൽ ആ റയാൻ്റെ മൂക്കിൻ്റെ പാലം ഇടിച്ച് തകർത്ത കാര്യമാ. ജോയലിനെ ചൂണ്ടിക്കാട്ടി ജെസ്സി ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. ഇതൊക്കെ എപ്പോ? ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ. എന്നെ കൂടി വിളിക്കായിരുന്നു. കുറേ നാളായി അവന് നമ്മളോട് ചൊറിച്ചിൽ തുടങ്ങിയിട്ട്. കയ്യിൽ കിട്ടുന്നതിൽ എനിക്കും ഒന്ന് പൊട്ടിക്കായിരുന്നു. ഇത് അതൊന്നും അല്ലടാ കാര്യം. ദാ ഈ കുട്ടിയെ അവൻ ഉപദ്രവിക്കാൻ നോക്കിയപ്പോൾ ജോയിച്ചൻ കയറി ഇടപെട്ടതാ. ക്ലാര നടന്ന കാര്യം പറഞ്ഞു. ഓ അങ്ങനെ. എന്നിട്ട് എന്തായി? ജീവനുണ്ടോ ആ കാപാലികന്? ജിബിൻ ജോയലിനെ അടിമുടി ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു. കൊന്നിട്ടില്ല, ജീവനുണ്ട്, ജോയൽ അലക്ഷ്യമായി പറഞ്ഞുകൊണ്ട് ചെയറിൽ ഒന്നുകൂടി നിവർന്നിരുന്നു. അതും കൂടി കണ്ടതും കൃഷ്ണയ്ക്ക് അവനോടുള്ള ദേഷ്യം കൂടി. ഇയാളെന്താ ഗുണ്ടയോ? ആ ഷർട്ടിൻ്റെ ബട്ടൺ അങ്ങോട്ടിട്ടാ എന്താ ഇയാൾക്ക്? ഷർട്ടും തുറന്നിട്ട് ഇരിക്കുന്നത് കണ്ടില്ലേ കാശ്മലൻ. എല്ലാ കോഴിക്കുഞ്ഞുങ്ങളുടെയും കണ്ണ് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെയാ. അവൾ ചുറ്റുമൊന്ന് കറങ്ങി നോക്കി. അവിടെ ഇരിക്കുന്ന പെൺകുട്ടികളുടെ എല്ലാം കണ്ണ് ജോയലിൻ്റെ മേല് തന്നെയാ. നീ ഇരിക്കുന്നില്ലേ? ഇരിക്കടി, ഇനിയിപ്പോൾ ബിരിയാണി കഴിച്ചിട്ട് പോകാം. ജെസ്സി അവൾക്കടുത്തേക്ക് ചെയർ നീക്കിയിട്ടുകൊണ്ട് പറഞ്ഞു. എനിക്ക് വേണ്ട, നീ കഴിച്ചിട്ട് വാ. ഞാൻ ഗുൽമോഹൻ്റെ അടുത്ത് കാണും. അവൾ ജോയലിനെയും അടുത്തിരിക്കുന്ന ക്ലാരയെയും ഒന്നുകൂടി നോക്കി തിരിഞ്ഞു നടന്നു. എടീ നിക്കടി, കഴിച്ചിട്ട് പോകാം. ജെസ്സി അവളെ വിളിച്ചെങ്കിലും കൃഷ്ണ തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് നടന്നു. ഇവൾക്കിതെന്താ ഇന്ന് രാവിലെ മുതൽ ഇങ്ങനെ മുഖവും കയറ്റി പിടിച്ച് നടപ്പാണല്ലോ? ജിബിൻ സംശയം പറഞ്ഞു. ആർക്കറിയാം, കാശേട്ടൻ പറഞ്ഞതുപോലെ തലവേദന വല്ലതുമാവും. ജെസ്സി അവൾക്ക് അറിയുന്നത് പറഞ്ഞു. ജോയൽ അപ്പോഴും അവൾ പോയ വഴിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. എടി മൂങ്ങേ. ഗുൽമോഹറിൻ്റെ ചുവട്ടിൽ ബെഞ്ചിലിരിക്കുന്ന കൃഷ്ണയുടെ അടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് ജോയൽ അവളെ വിളിച്ചു. മൂങ്ങയോ? ആരാടോ തൻ്റെ മൂങ്ങ? പോയി തൻ്റെ മറ്റവളെ വിളിക്കടോ. കൃഷ്ണ ഇരുന്നിടത്തു നിന്നും ചാടി എഴുന്നേറ്റ് ജോയലിന് നേരെ ചീറി. പിന്നെ മൂങ്ങയെ മൂങ്ങ എന്നല്ലാതെ പിന്നെന്താ വിളിക്കേണ്ടത്? നിന്നെ കണ്ടാൽ അങ്ങനെ വിളിക്കാൻ തോന്നും. കണ്ടില്ലേ മൂക്ക് മൂങ്ങയെ പോലെ, അതിൻ്റെ അറ്റത്ത് അത് വൃത്തികേടാക്കാൻ ഒരു മൂക്കുത്തിയും, പിന്നെ ഈ മൂങ്ങ കണ്ണും. അതും പറഞ്ഞ് ജോയൽ വയറ് പൊത്തി ചിരിക്കാൻ തുടങ്ങി. ഡോ നിർത്തടോ. കൃഷ്ണ ദേഷ്യം കൊണ്ട് വിറച്ചു. താൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അവിടെ ഇഷ്ടം പോലെ കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അതുങ്ങൾക്ക് പോയി തീറ്റ ഇട്ട് കൊടുക്ക്, കാട്ടുകോഴി. ഡി വേണ്ട കേട്ടോ. കാശുയുടെ പെങ്ങളായോണ്ടാ ഞാൻ നിന്നെ വെറുതെ വിടുന്നത്. ഒരു സഹായം ചെയ്തിട്ട് താങ്ക്സ് പോലും പറയാനുള്ള മാനേഴ്സ് ഇല്ലാത്തവളല്ലേടി നീ. ഓ പിന്നെ ഒരു സഹായം. താൻ രക്ഷിച്ചില്ലെങ്കിലും ഞാൻ രക്ഷപ്പെടും. ഇയാൾ വലിയ ഹീറോ കളിച്ച് അങ്ങോട്ട് കയറി വരാൻ ഞാൻ പറഞ്ഞോ? ഒരു സഹായി വന്നേക്കുന്നു. അത് കണ്ടായിരുന്നു, അവൻ്റെ തോളത്ത് കിടന്ന് കാലും കൈയിട്ടും അടിക്കുന്നത്. ഡോ, താൻ വെറുതെ എന്നോട് വഴക്കിന് വന്നാലുണ്ടല്ലോ. വന്നാ നീ എന്ത് ചെയ്യുമടി മൂങ്ങേ? പല്ലടിച്ച് കൊഴിക്കുമടാ കോഴി. എന്നാ നീ ഒന്ന് അടിച്ചു നോക്കടി മൂങ്ങേ. അടിക്കുമടാ കോഴി. കൃഷ്ണയും ജോയലും കൂടെ പൊരിഞ്ഞ് വഴക്ക് നടക്കുകയാണ്. അപ്പോഴാണ് രണ്ടുപേരും അവിടേക്ക് വരുന്നത്. അതിലൊരുത്തൻ വന്ന് കൃഷ്ണയുടെ തോളിൽ കൈവച്ചു. ജോയലിനോടുള്ള ദേഷ്യത്തിൽ നിന്നായതുകൊണ്ട് അതാരാണെന്ന് എന്നൊന്നും നോക്കിയില്ല. തോളിൽ കൈവച്ചൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ച് മുന്നിലേക്ക് നിർത്തി കൊടുത്തു ഒരടി അവൻ്റെ ചെവിട്ടത്ത്. അടി കിട്ടിയവൻ കവിളിൽ കൈവച്ച് അവളെ തുറിച്ചു നോക്കുന്നുണ്ട്. അപ്പോഴാണ് താൻ എന്താ ചെയ്തതെന്ന് അവൾക്ക് ബോധം വന്നത്. അവളുടെ പ്രവൃത്തി കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ജോയലും. തനിക്ക് കിട്ടേണ്ട അടിയാണ് അവന് കിട്ടിയതെന്ന് മനസ്സിലായപ്പോൾ ജോയലിൻ്റെ ഇടത് കൈ അറിയാതെ കവിളിലേക്ക് നീണ്ടു. അവൻ വായ തുറന്ന് അവളെ നോക്കി നിന്നുപോയി. സോറി പറയാനായി അടി കൊണ്ടവനെ നോക്കിയപ്പോഴാണ് കൃഷ്ണ ആളെ ശരിക്ക് കാണുന്നത്. നീയോ? അവളുടെ കണ്ണുകളിൽ ദേഷ്യം നിറഞ്ഞു. അതെ, ഞാൻ തന്നെയാ. മറന്നിട്ടില്ലല്ലോ അല്ലേ? അവൻ അവളെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു. അങ്ങനെ മറക്കാൻ പറ്റുമോ?
സീനിയർ ചേട്ടാ, എൻ്റെ ഒരു ഉമ്മയ്ക്ക് വേണ്ടി എന്തോരം അടി കൊണ്ടതാ. ദേ ഇപ്പോൾ പിന്നെയും. ഡീ, നീ അധികം നെകളിക്കല്ലേ. അന്ന് ഞാൻ ഒന്ന് പതറിപ്പോയി. പക്ഷേ ഇനി അത് ഉണ്ടാവില്ല. ദേ നോക്ക്, നീ എന്നെ അന്ന് തല്ലിയപ്പോൾ കൂടി നിന്ന മുഴുവൻ പേരും ഇപ്പോൾ ഇവിടെയുണ്ട്. ഇവരുടെ മുമ്പിൽ വെച്ച് തന്നെ നിന്നെ ഞാനിപ്പോൾ ഉമ്മ വയ്ക്കാൻ പോവുക. പറ്റുമെങ്കിൽ എന്നെ തടയടി നീ. പറയുന്നതിനൊപ്പം അവൻ്റെ കൈ കൃഷ്ണയുടെ തലയ്ക്ക് പിറകിൽ അമർന്നു. അവളുടെ മുടിയിൽ കോർത്തു പിടിച്ചുകൊണ്ട് അവൻ അവളുടെ മുഖം അവൻ്റെ മുഖത്തിന് നേരെ അടുപ്പിച്ചു. എല്ലാം നടന്നത് ഒറ്റ സെക്കൻഡിലായതുകൊണ്ട് കൃഷ്ണയ്ക്ക് ഒന്നും പ്രതികരിക്കാൻ പോലും കഴിഞ്ഞില്ല. അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളിലേക്ക് അടുത്തതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. അവൾ കണ്ണുകൾ മുറുകെ അടച്ചു പിടിച്ചു. താൻ അപമാനിതയാകാൻ പോകുന്നു എന്ന തിരിച്ചറിവിൽ അവളുടെ അടച്ചു പിടിച്ച കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. അടുത്ത നിമിഷം കൃഷ്ണ കാണുന്നത് തന്നെ പിടിച്ചിരുന്നവൻ നിലത്ത് കിടന്ന് പിടയുന്നതാണ്. എന്താ സംഭവിച്ചെന്ന് അറിയാതെ അവൾ നോക്കുമ്പോൾ കാണുന്നത് തൻ്റെ മുന്നിൽ വലിഞ്ഞു മുറുകിയ മുഖവുമായി നിൽക്കുന്ന ജോയലിനെയാണ്. അവൻ്റെ ആ ഭാവം കണ്ട് കൃഷ്ണയ്ക്കും പേടി തോന്നി. നിലത്ത് കിടക്കുന്നവനെ കോപത്തോടെ ചവിട്ടാൻ അവൻ കാലുയർത്തിയതും കൃഷ്ണ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. വേണ്ട എന്ന പോലെ. വിട്ടേക്ക്, അവൻ ചത്തുപോകും ഇനി തല്ലിയാൽ, അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അവൻ അവളെ ഒന്ന് തുറച്ചു നോക്കിയിട്ട് നിലത്ത് കിടക്കുന്നവൻ്റെ അടുത്തേക്ക് കുനിഞ്ഞിരുന്നു. ഇനി നിന്റെ നിഴൽ പോലും അവളുടെ മേല് പതിയരുത്, മനസ്സിലായോ? കത്തുന്ന കണ്ണുകളോടെ ജോയൽ പറഞ്ഞതും അവൻ മനസ്സിലായെന്ന് തലയാട്ടി. അപ്പോഴേക്കും കൂടെ വന്നവൻ അവനെ താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് അവിടുന്ന് ജീവനും കൊണ്ട് ഓടി. ജോയലിന് അപ്പോഴും ദേഷ്യം മാറിയില്ല. അവൻ തിരിഞ്ഞു നിന്ന് കൃഷ്ണയെ നോക്കി കണ്ണുരുട്ടി. ഇനിയും ഇതുപോലെ വേറെ വല്ലതും ഒപ്പിച്ചു വച്ചിട്ടുണ്ടോ നീ? പോകുന്നവനും വരുന്നവനുമൊക്കെ നിന്നിൽ നിന്ന് വേണ്ടത് മറ്റു പലതുമാണ്. അതിനുവേണ്ടി എന്താ ഉള്ളത് നിനക്ക്? ഈ മൂങ്ങക്കണ്ണോ? ആ പാവം കാശിക്ക് എങ്ങനെയാ നിന്നെപ്പോലെ ഒരു തലതിരിഞ്ഞ പെങ്ങളുണ്ടായത്? ജോയൽ അവൾക്ക് നേരെ ചീറി. പക്ഷേ എല്ലാം കേട്ടു നിന്നതല്ലാതെ അവൾ ഒന്നും മിണ്ടില്ല. തല കുനിച്ച് അതേ നിൽപ്പ് നിന്നു. ജോയൽ കൈമുഷ്ടി ചുരുട്ടി ദേഷ്യം അടക്കിക്കൊണ്ട് തിരിഞ്ഞു നടന്നു. താങ്ക്സ്. പുറകിൽ നിന്ന് കൃഷ്ണയുടെ ശബ്ദം കേട്ട് അവൻ നിന്നു. എന്നിട്ട് തിരിഞ്ഞു നോക്കി. കൊണ്ടുപോയി ഉപ്പിലിട്ട് വെക്കടി, അവളുടെ ഒരു താങ്ക്സ്. അത് പറഞ്ഞുകൊണ്ട് അവൻ നടന്നു നീങ്ങി. അപ്പോഴേക്കും അവൻ്റെ ചുണ്ടിൽ ആ പഴയ കള്ളച്ചിരി വന്നിരുന്നു. അവൾക്ക് മാത്രമായുള്ള കള്ളച്ചിരി. എന്തോ നാടി ഇത്? നീ അവനെ വളയ്ക്കാനാണോ അതോ അവൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങാനാണോ അങ്ങോട്ട് പോകുന്നത്? ഞാൻ എന്ത് ചെയ്യാനാ ഏട്ടാ? അങ്ങയുടെ ഒടുക്കത്തെ ഒരു ജാട. പോരാത്തതിന് മറ്റേ പെണ്ണിൻ്റെ തോളിൽ കൈയിട്ടൊരു നടപ്പും. ഞാൻ പിന്നെ എന്ത് വേണം? എല്ലാം കൂടി കണ്ടപ്പോൾ എൻ്റെ കൺട്രോൾ പോയി. കുന്തം. ഇങ്ങനെ പോയാൽ അവനെ വളയ്ക്കാൻ പോയിട്ട് അവൻ്റെ ഏഴയിലത്ത് ചെല്ലാൻ പോലും നിനക്ക് പറ്റില്ല. ഇതിപ്പോൾ വഴക്ക് പറഞ്ഞിട്ടായാലും അവൻ നിന്റെ അടുത്ത് വന്നതായിരുന്നില്ലേ? അപ്പോൾ പിന്നെ നീ ജാട കാണിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടായിരുന്നോ കിച്ചു? ഞാൻ എന്ത് ജാട കാണിച്ചെന്നാ ചേട്ടാ? അയാൾ എന്നെ മൂങ്ങ എന്ന് വിളിച്ചിട്ടല്ലേ? അപ്പോൾ നീ അവനെ കോഴി എന്ന് വിളിച്ചതോ? അത് പിന്നെ? ഏത് പിന്നെ? എല്ലാ പെൺപിള്ളേരും അയാളെ നോക്കി വെള്ളമാക്കി ഇരിക്കുമ്പോൾ ഞാൻ പിന്നെ എന്ത് വേണം? അപ്പോഴത്തെ ദേഷ്യത്തിൽ അങ്ങനെ അങ്ങ് വിളിച്ചു പോയതാ. പൂവ, നീ എൻ്റെ പെങ്ങളായോണ്ടാ. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഭിത്തിയിൽ നിന്ന് വടിച്ചെടുക്കുമായിരുന്നു. രാത്രിയിൽ സോപാനത്തിൽ ഇരുന്നു കൊണ്ട് കോളേജിൽ നടന്ന കാര്യങ്ങൾ സംസാരിക്കുകയാണ് കൃഷ്ണയും കാശിയും. ഒപ്പം തന്നെ ശേഖരനും ചന്ദ്രനും ലക്ഷ്മിക്കുട്ടിയും സുഭദ്രയും ഉണ്ട്. എന്താ മക്കളെ ഇത്? ആ പയ്യൻ ഏതാ നിന്നെ ഉപദ്രവിക്കാൻ നോക്കിയവൻ? ലക്ഷ്മിക്കുട്ടി ആദിയോടെ ചോദിച്ചു. അത് റയാനാ മുത്തശ്ശി. അച്ഛനെ അറിയാമായിരിക്കും. ഫിലിപ്പ് അങ്കിളിൻ്റെ മകനാ. ഏത്? കുരിശിങ്കലിലെ കമ്പനിയിൽ എന്തോ കള്ളത്തരം കാണിച്ചതിന് ജോൺ ചവിട്ടി പുറത്താക്കിയ ഫിലിപ്പോ? ചന്ദ്രൻ കുറുങ്ങിയ കണ്ണുകളോടെ ചോദിച്ചു. ആ, അയാൾ തന്നെ, കാശി അലക്ഷ്യമായി പറഞ്ഞു. കിച്ചു, മോളെ സൂക്ഷിക്കണം. അവനും അവൻ്റെ മോനും സ്ത്രീ വിഷയത്തിൽ നല്ല കേമന്മാരാ. പോരാത്തതിന് കള്ളും കഞ്ചാവും എല്ലാം ഉണ്ട്, ചന്ദ്രൻ കൃഷ്ണയോട് ഗൗരവത്തോടെ പറഞ്ഞു. അതിനവളെ എന്തിനാ അച്ഛാ സൂക്ഷിക്കുന്നത്? ഇവൾക്ക് എന്ത് പ്രശ്നം വന്നാലും അവിടെ ജോയിച്ചൻ ഓടിയെത്തുമല്ലേ? കാശി കൃഷ്ണയെ നോക്കി ഒന്ന് ആക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഏട്ടാ വേണ്ട. കൃഷ്ണ അവനെ നോക്കി കണ്ണുരുട്ടി. എന്നതാ അച്ഛാ ഇത്രയും ആലോചന? ബാൽക്കണിയിലെ ചേറിൽ മാനത്തോട്ട് നോക്കി സ്വപ്നം കൊണ്ട് കിടക്കുന്ന ജോലിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് ജെസ്സി തിരക്കി. ഒന്നുമില്ലടാ, ചുമ്മാ ഓരോന്നൊക്കെ ഓർത്തിരുന്നതാ. ജോയൽ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ആരാ? ക്ലാര ചേച്ചിയാണോ ആള്? അവൾ ഒരു കണ്ണിറുക്കി കുറുമ്പോടെ ചോദിച്ചു. പോടി, ഷീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. നീ വെറുതെ അതിന് വേറെ അർത്ഥമൊന്നും കണ്ടുപിടിക്കാൻ നിൽക്കണ്ട. ജോയൽ അവളെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞിട്ട് പിന്നെയും പഴയ പോലെ ഇരുന്നു. ഓ, നമ്മളൊന്നും പറയുന്നില്ലേ? നിങ്ങളുടെ നടപ്പ് കണ്ടാൽ ആരായാലും അങ്ങനെ കരുതൂ. എനിക്ക് മാത്രമല്ല വല്യപ്പച്ചനുമുണ്ട് ഈ സംശയം. വല്യപ്പച്ചൻ അങ്ങനെ പറഞ്ഞോ? ആ പറഞ്ഞു. ചേടാ, ഇതെന്ത് കൂത്ത്? ക്ലാരയും ഞാനും എങ്ങനെയാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയുന്നതല്ലേ, പിന്നെന്താ? അതൊന്നും എനിക്കറിയില്ല. സംശയമുണ്ടെങ്കിൽ ജോബി ചായനോട് ചോദിക്കും, അല്ലെങ്കിൽ മമ്മിയോട് ചോദിച്ചാലും മതി. ഓ പിന്നെ എനിക്കൊന്നും വയ്യ. കരുതുന്നതോ അങ്ങ് കരുതിക്കോട്ടെ. എനിക്ക് തിരുത്താനൊന്നും വയ്യ.
അവൻ ഒരുക്കം മട്ടിൽ പറഞ്ഞുകൊണ്ട് ആകാശത്തേക്ക് നോക്കി ചെയറിലേക്ക് ചാഞ്ഞിരുന്നു. നിന്റെ വാലെന്ത് പറയുന്നു? അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ അവൻ ജെസ്സിയോട് തിരക്കി. വാലോ? ഏത് വാല്? ഇച്ചായനെ ആരെയാ ഉദ്ദേശിച്ച? നിനക്ക് മനസ്സിലായില്ലേ ഞാൻ ആരെയാ ഉദ്ദേശിച്ചതെന്നും? അവനത് പറഞ്ഞപ്പോൾ തന്നെ ജെസ്സിയുടെ കയ്യിൽ നിന്ന് ഫോൺ റിങ് ചെയ്തു. സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ട് അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞ്. വാല് വിളിക്കുന്നുണ്ടല്ലോ. സ്ക്രീനിലെ കിച്ചു എന്ന് സേവ് ചെയ്തിരിക്കുന്നത് കണ്ട് ജോയൽ ഒരു ചിരിയോടെ പറഞ്ഞു. ചായ വേണ്ട. ഓ, അവളെ പറഞ്ഞപ്പോൾ കൊണ്ടു അല്ലേ? ആ, കൊണ്ടു. നീ അത് കട്ടാകുന്നതിന് മുമ്പ് എടുക്ക്, എന്നിട്ട് സ്പീക്കറിലിട്. ആ മൂങ്ങ എന്താ പറയുന്നതെന്ന് കേൾക്കട്ടെ. ജോയൽ അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി കോൾ അറ്റൻഡ് ചെയ്ത് സ്പീക്കറിലിട്ടു. ഹലോ ജെസ്സി. മറുപുറത്ത് നിന്ന് കൃഷ്ണയുടെ ശബ്ദം ഫോണിലൂടെ കേട്ടത് ജോയലിന്റെ ഹൃദയം ശക്തിയിൽ മിടിക്കാൻ തുടങ്ങി. അവൻ ഫോണിലേക്ക് തന്നെ നോക്കി കുറച്ചു സമയം അങ്ങനെ ഇരുന്നു പോയി. ഹലോ ജെസ്സി, നീ കേൾക്കുന്നില്ലേ? കൃഷ്ണയുടെ ശബ്ദം വീണ്ടും കേട്ടപ്പോഴാണ് ജോയൽ സ്വപ്നലോകത്ത് നിന്ന് ഉണർന്നത്. അവൻ നോക്കിയപ്പോൾ ജെസ്സി അവനെ നോക്കി കണ്ണു മിഴിച്ചിരിക്കുകയാണ്. കൃഷ്ണയ്ക്ക് മറുപടി കൊടുക്കാതെ അവൻ അവളുടെ തലക്കിട്ടൊന്നു കൊടുത്തിട്ട് സംസാരിക്കാൻ ആംഗ്യം കാണിച്ചു. അപ്പോഴാണ് ജെസ്സിക്ക് ബോധം വന്നത്. ഹലോ ജെസ്സി, എടി നീ കേൾക്കുന്നില്ലേ? വീണ്ടും കൃഷ്ണയുടെ ശബ്ദം. ആ ആ, പറഞ്ഞോടി, ഞാൻ കേൾക്കുന്നുണ്ട്. ജെസ്സി പെട്ടെന്ന് എങ്ങനെയോ പറഞ്ഞു. പിന്നെ ഇത്രയും നേരം നിന്റെ വായിൽ പൂച്ച പെറ്റ് കിടക്കുമായിരുന്നോടി പുല്ലേ. ഇവിടെ കിടന്ന് വിളിച്ചു മനുഷ്യന്റെ തൊണ്ട പോയല്ലോ. കൃഷ്ണ കലിപ്പിട്ടു. അത് കേട്ട് ജോയലിന് ചിരി വന്നു. അവൻ ചിരി കടിച്ചു പിടിച്ച് ജെസ്സിയെ നോക്കി. അവൾ അവനെ നോക്കി കണ്ണുരുട്ടുന്നുണ്ട്. അത് പിന്നെ ഞാൻ ഉറങ്ങിയതായിരുന്നു. പെട്ടെന്ന് നീ വിളിച്ചപ്പോൾ ഞാൻ ഉറക്കച്ചടവില്ല ഫോൺ എടുത്തത്. അതാ ഒന്നും മിണ്ടാനെ. ജെസ്സി വായിൽ വന്ന ഒരു കള്ളം പറഞ്ഞു. ജോയൽ അവളോട് തംസപ്പ് കാണിച്ചു. അത് കണ്ട് ജെസ്സി അവനെ ഇളിച്ചു കാണിച്ചു. അതിന് 9 മണിയല്ലേ ആയുള്ളൂ. നീ ഇപ്പോഴേ ഉറങ്ങിയ? സാധാരണ കണ്ട ആൺപിള്ളേർക്കെല്ലാം മെസ്സേജ് അയച്ച് പാതിരാത്രി വരെ ഓൺലൈനിൽ ഇരിക്കുന്നതാണല്ലോ. ഇന്നെന്ത് പറ്റി? കൃഷ്ണ പറഞ്ഞത് കേട്ടതും ജെസ്സി 2 കണ്ണും മുറുകെ അടിച്ച് നാവ് കടിച്ചു. എന്നിട്ട് പയ്യെ ഒരു കണ്ണ് തുറന്ന് ജോയലിനെ നോക്കി. അവൻ അവളെ ചിറഞ്ഞു നോക്കുന്നുണ്ട്. ജെസ്സി അവനെ നോക്കി നല്ലോണം ഒന്ന് ഇളിച്ചു കാണിച്ചിട്ട് പിന്നെയും ഫോണിലേക്ക് ശ്രദ്ധിച്ചു. എടീ പോയോ? കൃഷ്ണയുടെ സംശയത്തോടെയുള്ള ശബ്ദം. ഇല്ല, ഇവിടെ ഉണ്ട്. നിനക്ക് എന്തൊക്കെ അറിയണം പുല്ലേ? വിളിച്ച കാര്യം പറഞ്ഞിട്ട് വച്ചിട്ട് പോടി തണ്ടി. ജെസ്സി അവളോട് ദയനീയമായി പറഞ്ഞുകൊണ്ട് ജോയലിനെ നോക്കി. ഓ, ഒന്നുമില്ലടി, ചുമ്മാ വിളിച്ചതാ. ആ, അത് നന്നായി. ചുമ്മാ വിളിച്ചിട്ട് എൻ്റെ കുഴി തോണ്ടിയതല്ലേടി സാമദ്രോഹി. ജെസ്സി പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ? കൃഷ്ണ സംശയത്തോടെ ചോദിച്ചു. ഒന്നുമില്ല, പറ. ജോബിച്ചാനും ജിബിച്ചാനും ഒക്കെ എവിടെ? ഉറങ്ങിയോ? ഇല്ലടി, അവരൊക്കെ താഴെ ഉണ്ടാവും. ഞാൻ മുറിയില്ല. പിന്നെ കോഴിച്ചൻ അവിടെ ഇല്ലേ? കൃഷ്ണ ഒന്ന് പരുങ്ങിക്കൊണ്ട് ചോദിച്ചു. അത് കേട്ടത് ജോയലിന്റെ മുഖം മാറി. അവൻ പല്ല് കടിക്കാൻ തുടങ്ങി. കോഴിച്ചനോ? എടി എരപ്പേ, ഒന്നുമില്ലെങ്കിലും നിന്നെ 2 പ്രാവശ്യം അവന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചതല്ലേടി എൻ്റെ ഇച്ചായൻ. അതിൻ്റെ നന്ദിയെങ്കിലും കാണിക്കടി. ഓ പിന്നെ, നന്ദി കാണിക്കാൻ പറ്റിയ ഒരു സാധനം. ഞാൻ കോഴി എന്ന് വിളിച്ചതാ പ്രശ്നം. എന്നെ അയാൾ മൂങ്ങ എന്ന് വിളിച്ചതിൽ അവൾക്ക് ഒരു പ്രശ്നവുമില്ല. അത് നീ ചോദിച്ചു വാങ്ങിയതല്ലേ? ഞാൻ എന്ത് ചോദിച്ചു വാങ്ങി? വെറുതെ ഇരുന്ന് എന്നെ ഇങ്ങോട്ട് വന്ന് ചൊറിഞ്ഞതാ നിന്റെ ഇച്ചായൻ. ഓ വേ. ജെസ്സി അവളെ കളിയാക്കി. വച്ചിട്ട് പോടി. അവളും അവളുടെ ഒരു ഇച്ചായൻ. എല്ലാത്തിനെയും ശരിയാക്കി തരാൻ ഞാൻ, ഒരു കോഴിച്ചൻ. ഇനി എന്നെ മൂങ്ങ എന്ന് വിളിച്ച അയാളെ ഞാൻ എൻ്റെ അടുത്താ കളി എന്നും പറഞ്ഞ് ഫോണും കട്ട് ചെയ്ത് കൃഷ്ണ പോയി. ജെസ്സിക്ക് അത് കേട്ട് ചിരി പൊട്ടി. അവൾ ഫോൺ മാറ്റി വെച്ച് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അത് കണ്ട് ജോയലിന് പെരുത്തു വന്നു. അവൻ അവളുടെ തലക്കിട്ടൊന്ന് കൊടുത്തു. എന്താടി ഗണിക്കുന്നേ? അവളും അവളുടെ ഒരു വാലും. എന്നാലും എൻ്റെ ഇച്ചായ. അവൾ ഇച്ചായനിട്ട പേര് പൊളിച്ചു. കോഴിച്ചൻ. അയ്യോ എൻ്റെ കർത്താവേ, എനിക്ക് ചിരിക്കാൻ വയ്യ. അതും പറഞ്ഞ് ജെസ്സി വയറും പൊത്തി ചിരിക്കാൻ തുടങ്ങി. കോഴിച്ചൻ എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി പൊടി കുരുപ്പേ. ജോയൽ അവളെ പിടിച്ച് പുറത്തേക്ക് തള്ളിക്കൊണ്ട് അലറി. ഞാൻ പോയേക്കുവാ കോഴിച്ച. അതും പറഞ്ഞ് ജെസ്സി ഒറ്റ ഓട്ടമായിരുന്നു റൂമിന് പുറത്തേക്ക്. ആ മൂങ്ങ എൻ്റെ വില കളയുമല്ലോ. അവളുടെ കോപ്പിലെ കോഴിച്ചൻ. ശരിയാക്കി തരാമടി മൂങ്ങേ പറഞ്ഞുകൊണ്ട് അവൻ പോലും അറിയാതെ ചിരിച്ചുപോയി. ഇച്ചായോ? ഞാൻ പറഞ്ഞോട്ടെ അവളോട്, നിങ്ങൾക്ക് അവളോട് പ്രേമമാണെന്ന്. ഇവിടെ നിലാവ് നോക്കി അവളെ സ്വപ്നം കണ്ട് ഇരിക്കുവാണെന്ന്. പിറകിൽ നിന്ന് കളിയോടെയുള്ള ജെസ്സിയുടെ ശബ്ദം കേട്ട് ജോയലൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി. പൊന്നു മോളെ, ചതിക്കല്ലേടി, അവളെൻ്റെ വാല് മുറിക്കും. ജോയൽ അവളോട് കെഞ്ചി. ഓക്കെ, പറയില്ല. പക്ഷേ ഞാനെപ്പോൾ എന്ത് പറഞ്ഞാലും അതെൻ്റെ മുന്നിലെത്തണം. സമ്മതമാണോ? മുതലെടുക്കുവാണല്ലേ സജി? അഫ്കോഴ്സ്. ശരി, ആയിക്കോട്ടെ, സമ്മതം. എന്നാലും എൻ്റെ ചോദിച്ചായോ, ഇതൊക്കെ എങ്ങനെ? നിങ്ങൾ തമ്മിൽ ഇന്നല്ലേ കണ്ടത്? അതിനു മുന്നേ എങ്ങനെയാ നിങ്ങളുടെ മനസ്സിൽ അവള് കയറിയത്? ജെസ്സി അത്ഭുതത്തോടെ ചോദിച്ചു. ഞാനതിന് ഇന്നല്ലല്ലോ അവളെ കണ്ടത്. നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങിയ ദിവസം തന്നെ കണ്ടിരുന്നു.
ഇന്ന് വന്നവന്റെ മുഖത്ത് ചെരുപ്പ് കൊണ്ട് അടിക്കുന്നത്. അപ്പോഴേ മനസ്സിൽ കയറി മോളെ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു അവൾ എനിക്കുള്ളതാണെന്ന്. നീ കേട്ടിട്ടില്ലേ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്? ജോയൽ കുറുമ്പോടെ പറഞ്ഞു. ഓ, കേട്ടിട്ടുണ്ട് എന്ന് കരുതി അവൾക്ക് ഒരു ഏട്ടനുള്ള കാര്യം മറക്കേണ്ട. ആരാ? നമ്മുടെ കാശിയോ? നീ നോക്കിക്കോടി, അവൻ തന്നെ അവളുടെ കൈ പിടിച്ച് ദാ എൻ്റെ ഈ കയ്യിൽ വെച്ച് തരും. അവന്റെ വലത് കൈ മുന്നിലേക്ക് നീട്ടി അതിലേക്ക് കണ്ണു കാണിച്ചുകൊണ്ട് ജെസ്സിയോട് പറഞ്ഞു. അപ്പോ രണ്ടും കൽപ്പിച്ചാണ്? ജെസ്സി കുറുമ്പോടെ ചോദിച്ചു. ആ, ഈ കാര്യത്തിൽ രണ്ടും കൽപ്പിച്ച. പിന്നെ നീ ഇത് ആരോടും പറയണ്ട. നമ്മളല്ലാതെ ആരും തൽക്കാലം ഇത് അറിയണ്ട. കുഴപ്പമാവും. ജോബിച്ചനും ജിബിച്ചനും പോലും അറിയരുത്. മനസ്സിലായോ? മനസ്സിലായി.